ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 51ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ദേവ നേരെ പോയത് ഹൗസ് ഓണറുടെ വീട്ടിലേക്കാണ്. ഓണറുടെ വീട് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടതും അവൻ പുറത്തെ സ്റ്റെയർ വഴി പാർവണിയുടെ വീട്ടിലേക്ക് കയറി. കുറേ നേരം കോണിംഗ് ബെൽ അടിച്ചിട്ടും ഒരനക്കവും കാണാതെ ആയപ്പോൾ ദേവ തിരികെ പോയി. കുളിച്ചുകൊണ്ടിരിക്കുന്ന പാർവണിക്ക് ആരോ കോണിംഗ് ബെൽ അടിച്ച പോലെ തോന്നിയിരുന്നു. വേഗം കുളി കഴിഞ്ഞു വന്ന് വാതിൽ തുറന്നെങ്കിലും ആരെയും കണ്ടിരുന്നില്ല. അവൾക്ക് ആകെ ക്ഷീണം തോന്നിയിരുന്നു. അതുകൊണ്ട് TV വെച്ച് നേരെ സോഫയിൽ വന്ന് കിടന്നു. എപ്പോഴോ അങ്ങനെ അവൾ കിടന്നുറങ്ങിപ്പോയി. ശിവ, നീ പാർവണിയെ കണ്ടോ? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ദേവ ശിവയെ ഫോൺ ചെയ്തുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഞാൻ അന്വേഷിക്കാണ്. നീ അവളുടെ ആ വീട്ടിൽ നോക്കിയായിരുന്നാ? ഞാൻ പോയിരുന്നു. അവിടെ ഒന്നും ആരുമില്ല. നമുക്ക് സ്റ്റേഷനിൽ അറിയിച്ചാലോ? ദേവ ടെൻഷനോട് ചോദിച്ചു. ഏയ്, അതൊന്നും വേണ്ട. അവൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. നമുക്ക് കണ്ടുപിടിക്കാം. അത് പറഞ്ഞ ശിവ കോള് കട്ട് ചെയ്ത് കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി. എന്നാലും ഈ പെണ്ണ് ഇത് എവിടെ പോയതാണാവോ? ദേവ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൾ ആരോടും പറയാതെ പോയതിന് കാരണം താനാണ് എന്നൊരു സംശയം അവനും തോന്നി. പാർവണിയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിൽ അത് സ്വിച്ച് ഓഫ് ആണ്. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റെയറിങ്ങിൽ തല വെച്ച് കിടന്നു. ഒന്നുകൂടെ അവളുടെ വീട്ടിലേക്ക് പോയി നോക്കാം. ദേവ ഒരു വട്ടം നോക്കിയതാണ്. പക്ഷെ എന്തോ മനസ്സ് പറയുന്നു അവൾ അവിടെ തന്നെ കാണുമെന്ന്. ശിവ വേഗം കാറ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. പാർവണ കോണിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടാണ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. സമയം നോക്കിയപ്പോൾ 12 മണി കഴിഞ്ഞിരുന്നു. ഇതാരാ ഈ സമയത്ത്? അവൾ സംശയത്തോടെ എഴുന്നേറ്റ് ഡോറിനരികിലേക്ക് നടന്നു. ഡോറ് ലോക്ക് അഴിക്കാൻ നോക്കിയെങ്കിലും അവൾ അത് വേണ്ടാന്ന് വെച്ച് ജനലിൻ്റെ അരികിലേക്ക് നടന്നു. ഇരുട്ട് കാരണം പുറത്താരാണെന്ന് മനസ്സിലാവുന്നില്ല. അവൾ ജനലിലൂടെ തന്നെ പതിയെ ചെരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. അവിടെ നിന്ന് ഡാൻസ് കളിക്കാതെ പോന്ന വാതിൽ ഓർക്കടി. അതൊരു അലർച്ചയായിരുന്നു. ശിവയുടെ ശബ്ദം കേട്ടതും അവൾ വേഗം ചെന്ന് വാതിൽ തുറന്നു. ദേവ വന്ന് വിളിച്ചപ്പോ നീ എവിടെയായിരുന്നു? ഇപ്പൊ പാതിരാത്രി കാറൊക്കെ ഇട്ടിക്കാണ് നീ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നേ? ശിവ ദേഷ്യത്തോടെ ചോദിച്ചു. ദേവേട്ടൻ വന്നിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ ദേവുവിനോട് പറഞ്ഞിട്ടാണ് വന്നേ. അവൾ നിഷ്കളങ്കമായി പറഞ്ഞത് കേട്ട് ശിവയ്ക്ക് പിന്നീട് അവളെ ഒന്നും പറയാൻ തോന്നിയില്ല. മാറി നിൽക്ക് വഴിയിന്ന്. ശിവ വാതിലിനരികിൽ നിൽക്കുന്ന അവളെ തട്ടിമാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി. ഫോണെടുത്ത് ദേവയെ വിളിച്ചു. ദേവ, അവൾ എൻ്റെ കൂടെ ഉണ്ട്. നീ ടെൻഷനാവണ്ട. ആണോ? എന്നാ ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ വീട്ടിലേക്ക് തിരിച്ചു പോക്കോ. ഇവിടെ ഞാൻ ഉണ്ട്. അവിടെ ദേവു ഒറ്റയ്ക്കല്ലേ? ശിവ അത് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ശേഷം ചെയറിലേക്ക് ഇരുന്നു. പാർവണ എന്ത് ചെയ്യണമെന്നറിയാതെ വാതിലിനരികിൽ തന്നെ നിന്നു. അവിടെ കോലം പോലെ നിൽക്കാതെ വാതിലടച്ച് ചെന്ന് കിടന്നുറങ്ങാൻ നോക്കടി, ശിവ ഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവൾ വേഗം വാതിലടച്ചു. നിങ്ങൾ പോകുന്നില്ലേ? അവൾ സംശയത്തോടെ ചോദിച്ചു. എന്താ, ഞാനിവിടെ ഒന്ന് പോയിട്ട് നീ വേറെ ആരെങ്കിലും വിളിച്ചു വരുത്താനുണ്ടാ? അത് കേട്ടതും പാർവണയ്ക്ക് ആകെ ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. മര്യാദയ്ക്ക് സംസാരിക്കണം, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നോട് ഇത്രയൊക്കെ മര്യാദ കാണിക്കേണ്ട ആവശ്യമുള്ളൂ? അവനും ഒട്ടും കൊടുത്തില്ല. എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ കുറ്റം പറയണോ? നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ഈ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങണമെന്ന് എനിക്കറിയാം. അതിന് നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഇത് ഞാൻ വാടക കൊടുക്കണ വീടാണ്. അപ്പം എപ്പോൾ ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. ആണോ? എന്നാൽ എന്നെ ഇറക്കി വിടാൻ നീ ശ്രമിച്ചു നോക്ക്. ശിവ എഴുന്നേറ്റ് ഇരു കൈകളും കയറ്റിക്കൊണ്ട് നിന്നു പറഞ്ഞു. ഓഹോ, അത്രക്കായോ? കാണിച്ചു തരാം. അത് പറഞ്ഞ അവൾ ദേഷ്യത്തോടെ വന്ന് ശിവയുടെ കൈ പിടിച്ചു വലിച്ചു. പക്ഷെ ശിവ നിന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങിയത് പോലുമില്ല. അവൾ വീണ്ടും സർവശക്തിയും എടുത്ത് അവനെ പിടിച്ചു വലിച്ചുവെങ്കിലും അവൻ ഒരടി പോലും നീങ്ങിയില്ല. അയ്യോ, എൻ്റെ അമ്മേ, വയ്യേ. അവൾ ക്ഷീണത്തോടെ സോഫയിലേക്ക് ഇരുന്നു.
കഴിഞ്ഞോ നിന്റെ പുറത്താക്കലോ അകത്താക്കലോ ഒക്കെ? ശിവ പുച്ഛത്തോടെ ചോദിച്ചു. ഓടെ പട്ടി തിണ്ടുന്നോർ. അവൾ ദേഷ്യം സഹിക്കാനും വേദ വിളിച്ചു. ഡി നീ എന്തപ്പോ വിളിച്ചേ? നിനക്കെന്താ ചെവി കേട്ടൂടെ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ കേട്ടോ, പട്ടി തിണ്ടി നാറിച്ചാറ്റെ. അവൾ വീണ്ടും ഉറക്കെ വിളിച്ചു. അവൻ ഇംഗ്ലീഷിൽ എന്തോ വിളിച്ചു. എന്താ ശിവ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ പാറോണ് ചോദിച്ചു. ഇത് കുറച്ച് വിവരം വിദ്യാഭ്യാസം ഉള്ളവർക്കേ മനസ്സിലാവൂ. അത് പറഞ്ഞ ശിവ വീണ്ടും ചെയറിലേക്ക് ഇരുന്നു. അർത്ഥം എന്താന്ന് മനസ്സിലായില്ല എങ്കിലും നല്ല മുട്ടം തെറിയാണ് അവൻ പറഞ്ഞെന്ന് പാർവണയ്ക്കും മനസ്സിലായിരുന്നു. നിന്നോട് തല്ലുകൂടി എൻ്റെ നാവിലെ വെള്ളം മാറ്റി പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ, ശിവ പറഞ്ഞു. അതിന് ഞാൻ തൻ്റെ വേലക്കാരിയൊന്നല്ല, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വെള്ളം എടുക്കാനായി പോയി. എൻ്റെ മഹാദേവ, എൻ്റെ മനസ്സെന്തങ്ങനെ? ശരിക്കും എനിക്ക് അയാളോട് ദേഷ്യമല്ലേ തോന്നണ്ടേ? പക്ഷെ അയാള് അടുത്തുള്ളപ്പോൾ എനിക്ക് എന്താ വല്ലാത്ത സന്തോഷം തോന്നണേ. പാർവണ തനിക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് വെള്ളവുമായി ശിവയുടെ അരികിലേക്ക് വന്നു. കയ്യിലുള്ള ഗ്ലാസ് അവൾ ശിവയ്ക്ക് നേരെ നീട്ടി. എന്നാൽ ശിവ അത് വാങ്ങാതെ പാർവണയുടെ മുഖത്തേക്കും ടി വിയിലേക്കും മാറി മാറി നോക്കി. അവൻ്റെ നോട്ടം കണ്ടിട്ടാണ് പാർവണയും ടി വിയിലേക്ക് നോക്കിയത്. ഇത് അർജുൻ റെഡ്ഡിയിലെ സോങ് അല്ലേ? നമ്മുടെ അർജുൻ പ്രീതിക്ക് എന്തോ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതിലിപ്പോൾ എന്താ എത്ര നോക്കി പഠിപ്പിക്കാനുള്ളേ? അവൾ മനസ്സിൽ പറഞ്ഞ് ടി വിയിലേക്ക് നോക്കി. പക്ഷെ അടുത്ത സീനുകൾ കണ്ട് അവൾ ശരിക്കും ഞെട്ടി. പാർവണ വെപ്രാളത്തോടെ വേഗം റിമോട്ട് എടുത്ത് മാറ്റി. വസീകര എന്ന പാട്ടായിരുന്നു അതിന്. ബെസ്റ്റ് സിറ്റുവേഷനെ പറ്റിയ നല്ല അടിപൊളി സോങ്. അവൾ ശിവയെ നോക്കി ഇളിച്ചുകൊണ്ട് വീണ്ടും ചാനൽ മാറ്റാൻ നിന്നതും കയ്യിൽ നിന്ന് റിമോട്ട് താഴെ വീണു. അവൾ വേഗം താഴെ വീണ റിമോട്ട് എടുത്ത് ചാനൽ മാറ്റുന്നുണ്ടെങ്കിലും താഴെ വീണതുകൊണ്ട് അത് മാറുന്നില്ല. എങ്ങനെയൊക്കെയോ റിമോട്ട് തട്ടിയിട്ടും കുത്തിയിട്ടും ചാനൽ മാറി കിട്ടി. എന്നാൽ ഇതുവരെ കണ്ടതിൽ അപ്പുറമായിരുന്നു അടുത്ത സോങ്, ആഷിഖ് ഖാനായ സോങ്. പാറണ എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെട്ട് ചാനൽ മാറ്റുന്നുണ്ടെങ്കിലും റിമോട്ട് വർക്കാവുന്നില്ല. അത് കണ്ട് ശിവ എഴുന്നേറ്റ് ചെന്ന് ടി വി ഓഫ് ചെയ്തു. ഇതിനാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്, ബുദ്ധിയില്ല ഫീവറും ഇല്ല. അത് പറഞ്ഞ ശിവ അവളുടെ കയ്യിലെ വെള്ളം വാങ്ങി കുടിച്ചു. ഇവിടെ എവിടെയാ വാഷ്റൂം? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അവൾ തൻ്റെ റൂമിലേക്ക് കാണിച്ചതും ശിവ അവിടേക്ക് നടന്നു. എൻ്റെ മഹാദേവോ, ഞാൻ ആകെ നാണം കേട്ടു. ശിവ ശരിക്കും തീർച്ചയാണോ സൗണ്ട് കട്ട് ചെയ്ത് വെച്ച് സോങ് കണ്ടെന്നല്ല വിചാരിക്കാമോ? സത്യം പറഞ്ഞ ശിവ വന്ന് ഫോണും ബെല്ലടിച്ചപ്പോഴാണ് ടി വി സൗണ്ട് കട്ട് ചെയ്തത്. പിന്നെ ഓൺ ചെയ്യാൻ മറന്നു. ശിവനെ തന്നെ തെറ്റിദ്ധരിച്ചാലും അതിന് കുറ്റം പറയാൻ പറ്റില്ലാണ്. ശിവ പോയി നോക്കി അവൾ മനസ്സിൽ വിചാരിച്ചു. ശിവ പോയതും പാർവണ വീണ്ടും ടി വി കാണാൻ തുടങ്ങി. സോങ് കാണുന്ന റിസ്ക് ആയതിനാൽ അവൾ പിന്നീട് സീരിയലാണ് വെച്ചത്. രാത്രിയുള്ള സീരിയലിൻ്റെ റിപ്പീറ്റ് എപ്പിസോഡാണ് അവൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും ശിവ ഫ്രഷായി ഹാളിലേക്ക് തന്നെ വന്നിരുന്നു. നീ ഫുഡ് കഴിച്ചായിരുന്നോ? ശിവ ചോദിച്ചു. കഴിച്ചു, അവൾ ടി വി നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. എന്നാൽ പിന്നെ ടി വി കണ്ടിരിക്കാതെ അത് ഓഫ് ചെയ്തിട്ട് പോയി കിടക്കാൻ നോക്കടി, ശിവ സീരിയൽ കാണുന്ന അവളെ നോക്കി പറഞ്ഞതും പാർവണ മുഖം കൂട്ടിക്കൊണ്ട് ടി വി ഓഫ് ചെയ്തു. അതെ, നീ എന്തിനാ ആ റിങ് ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലിട്ടത്? തിരിഞ്ഞു പോകുന്ന പാർവണയെ നോക്കി ശിവ ചോദിച്ചു. അത് കേട്ടതും അവളൊന്ന് ഞെട്ടിയിരുന്നു. റിങ്ങോ? ഞാനൊന്നും ഇട്ടിട്ടില്ല, അതെൻ്റെ വീട്ടിലുണ്ട്, പാർവണ മുഖത്തെ ഞെട്ടൽ മറച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കണ്ടതാലോ നീ എൻഗേജ്മെൻ്റ് റിങ് ഊരി അതിലിടണത്. അത് നിനക്ക് തോന്നിയതായിരിക്കും, രാവിലെ കുളിക്കുമ്പോൾ ഞാൻ വീട്ടിൽ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് അവൾ റൂമിലേക്ക് നടന്നെങ്കിലും റൂമിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അവൾ തിരിഞ്ഞ് ശിവയുടെ അടുത്തേക്ക് വന്നു. എന്തിനാ നിങ്ങൾ വാങ്ങിച്ച മാല ദേവേട്ടൻ തന്നാന്ന് പറഞ്ഞ് ദേവുവിൻ്റെ കയ്യിൽ കൊടുത്തേ? അവൾ ഇരു കൈകളും കെട്ടി അവനെ നോക്കി ചോദിച്ചു. മാലയോ? ഞാൻ കൊടുത്തുന്നോ? എനിക്കെന്താ വട്ടുണ്ടോ നിനക്ക് മാല വാങ്ങിത്തരാൻ? ഞാനൊന്നും കൊടുത്തിട്ടില്ല. ഇല്ലേ?
അവൾ വീണ്ടും മുഖം കുറിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞില്ലേ, ഒന്ന് പോയി തരൂ, എനിക്ക് ഉറങ്ങണം. അവൻ അവളെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. നീ പോടാ. അത് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. കുറെ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും പാർവണയ്ക്ക് ഉറക്കം വരുന്നുണ്ടായില്ല. അവൾ പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ശിവ സോഫയിൽ തന്നെ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. മുഖത്തിന് കുറുകെയായി കൈവച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത്. പാർവണ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് ഫാൻ ഓൺ ചെയ്തു. ശേഷം റൂമിൽ നിന്നും ഒരു പുതപ്പെടുത്തു കൊണ്ടുവന്ന് അവനെ പുതപ്പിച്ചു കൊടുത്തു. എൻ്റെ ശത്രുവിനാണല്ലോ ഞാൻ ഇങ്ങനെയുള്ള ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുക്കണേ. അവൾ സ്വയം ഓർത്തുകൊണ്ട് റൂമിലേക്ക് പോയി. നീ എന്തിനാ ദേവു ഇങ്ങനെ കരയണേ? ഞാൻ പറഞ്ഞില്ലേ പാർവണെ കണ്ടു കിട്ടിയെന്ന്. അവിടെ അവൾക്ക് കൂട്ടായിട്ട് ശിവയുണ്ട്. ഇനി എന്തിനാ വെറുതെ ഇങ്ങനെ കരയണേ? കരച്ചൽ നിർത്താതെയുള്ള രേവതിയെ കണ്ട് തന്നോട് ചേർത്ത് പിടിച്ച് ദേവ ചോദിച്ചു. എനിക്ക് അവളുടെ അടുത്തേക്ക് പോകണമെന്ന് കേട്ട, അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. എനിക്ക് അവളുടെ കാര്യം ആലോചിച്ചിട്ട് നല്ല പേടിയുണ്ട്. ഇതിന് മാത്രം പേടിക്കാൻ എന്താ ഉള്ളത് കുട്ടി? അവിടെ ശിവയുണ്ട്. പിന്നെ അവൾ അവിടെ എന്ത് ചെയ്യുന്ന നീ പറയണേ? അവൾ എന്തെങ്കിലും ചെയ്യും ദേവേട്ട. കുറച്ച് ദിവസങ്ങളായി അവളുടെ അവസ്ഥ അങ്ങനെയാ. ഇത്ര സങ്കടം ഉണ്ടെന്നറിയോ അവളുടെ മനസ്സില്. അതൊക്കെ മറച്ചു വെച്ചിട്ട് കല്യാണത്തിന് എല്ലാവരും മുന്നിൽ ചിരിച്ചുകൊണ്ട് അവൾ നിന്നതാ. എനിക്ക് മാത്രമേ അവളുടെ മനസ്സുള്ളത് അറിയുള്ളൂ. ദേവ് കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. സങ്കടം? എന്ത് സങ്കടം? പാർവണയ്ക്ക് എന്താ പറ്റിയേ? ദേവ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അത് പിന്നെ ദേവേട്ട, അത് ഞാൻ എങ്ങനെ ദേവേട്ടനോട് പറയും? അവൾ ആരോടും പറയരുതെന്ന് പറഞ്ഞ കാര്യമാണ്. നീ പറയൂ ദേവു. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ഞാൻ പരിഹരിച്ചു തരും. ദേവേട്ടനല്ലേ ഈ ലോകത്ത്. ആർക്കും ഇനി അത് പരിഹരിക്കാൻ പറ്റില്ല. അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയി. നീ ഇങ്ങനെ വലിച്ചു നീട്ടാതെ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയേ. ഞാൻ പറയുന്നത് ദേവേട്ട മനസ്സമാധാനം കേൾക്കണം. കണ്ണനെ അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടിയതാണ് അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. വീട്ടുകാരുടെ നിർബന്ധത്തിനോ? അതിന് അവളും ആർദ്രവും തമ്മിൽ സ്നേഹത്തിലായിരുന്നല്ലോ. പിന്നെന്താ? അവൾക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു. പക്ഷേ അത് കണ്ണനല്ല ദേവേട്ട. അല്ലേ? പിന്നാരാ? ശിവേണ്ണായിരുന്നു അവൾക്ക് ഇഷ്ടം. അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് തുറന്നു പറഞ്ഞാണ്. പക്ഷേ ശിവയെ പാർവണയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നോ? നീ എന്തൊക്കെയാ പറയണേ? അങ്ങനെയാണെങ്കിൽ അന്നവൻ എന്തിനങ്ങനെയൊക്കെ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രേവതി പാർവണ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ദേവിയോട് തുറന്നു പറഞ്ഞു. അവൾ പറയുന്നതെല്ലാം കേട്ട് തറഞ്ഞിരിക്കാൻ മാത്രമേ ദേവിക്ക് കഴിഞ്ഞുള്ളൂ. കാരണം ശിവ വന്ന് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ പാർവണയെക്കുറിച്ച് ദേവ് പറഞ്ഞ കാര്യങ്ങളും രണ്ടായിരുന്നു. ഇതിനുള്ളിൽ തങ്ങൾ അറിയാത്ത മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അവനും മനസ്സിലായി. നീ വിഷമിക്കണ്ട, നമുക്കെല്ലാം പരിഹരിക്കാം. നീ ഇപ്പോൾ ഉറങ്ങാൻ നോക്ക്. രാവിലെ മുതലുള്ള തിരക്കല്ലേ, നല്ല ക്ഷീണം കാണും. രേവതിയെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് ദേവ് പറഞ്ഞു. ശേഷം അവൻ വാതിലടച്ച് ബാൽക്കണിയിലേക്ക് നടന്നു. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവനൊന്നും കൂടെ ചിന്തിക്കുകയായിരുന്നു. ശിവ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ പാർവണയെക്കുറിച്ച് രേവതി പറഞ്ഞ കാര്യങ്ങളും ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് നോക്കുമ്പോൾ അവസാനം ആർദ്രവിൻ്റെ മുഖമാണ് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. പാർവണയും ശിവയും തമ്മിൽ അകറ്റുന്നതിന് വേണ്ടി ഇടയിൽ കണ്ണൻ എന്തൊക്കെയോ കള്ളങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി. അവൻ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തിരികെ റൂമിലേക്ക് നടന്നു. രാവിലെ ഉറക്കമുണർന്നതും പാർവണ വേഗം എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നു. ശിവ കിടന്നിടത്ത് പുതപ്പ് മടക്കിയിട്ടിട്ടുണ്ട് എന്നല്ലാതെ അവൻ്റെ ഒരു പൊടി പോലും അവിടെ കാണുന്നില്ല. വീടിൻ്റെ വാതിലാണെങ്കിൽ ചാരി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും രാവിലെ തന്നെ അവൻ പോയി എന്ന് അവൾക്ക് മനസ്സിലായി. ഇനി എന്താണ് മുന്നോട്ടുള്ള ജീവിതം എന്ന് ഓർക്കുമ്പോൾ അവൾ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഞാനിനി കണ്ണനോട് എന്തു പറയും? വീട്ടിലെന്തു പറയും?
ഇത് പറയുമ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും? എനിക്കൊന്നും അറിയുന്നില്ലല്ലോ മഹാദേവ. എന്തായാലും വീട്ടിലേക്ക് പോകണം, എല്ലാവരോടും എല്ലാം പറയണം. ഇനി ഒരാഴ്ചയുള്ള കല്യാണത്തിന്. അറിഞ്ഞുകൊണ്ട് കണ്ണെന്ന് ശയിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അവൾ വേഗം തന്നെ വീട്ടിലേക്ക് പോകാൻ കുളിച്ച് റെഡിയായി വീട് പൂട്ട് വീട്ടിലേക്ക് ഇറങ്ങി. ബസ്സിലാണ് തിരികെ പോയത്. ശിവ, എനിക്ക് ഇതിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ദേവഗൗരവത്തോടെ പറഞ്ഞു. പാർവണിയുടെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ദേവ, ശിവ റൂമിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് പറയാനുള്ള പാർവണിയുടെ കാര്യം തന്നെയാണ്. അത് നിനക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിലും പറയാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. നീ വിചാരിക്കുന്ന പോലെ എല്ലാ ശിവകാര്യങ്ങളും, നീ അറിയാത്ത പല കാര്യങ്ങളും നിന്റെ പാർവണിയുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത് കാര്യം? ശിവ സംശയത്തോട് ചോദിച്ചു. ആർദ്രവ്, അവൻ നിങ്ങളറിയാതെ നിനക്കും പാർവണിക്കിടയിൽ ചില ചതികൾ ഒതുക്കിയിരുന്നു. അത് പരസ്പരം അറിയാതെയാണ് നിങ്ങൾ രണ്ടുപേരും ഇത്രത്തോളം എത്തിയതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതും. നീ എന്താ ദേവ പറയണേ? വ്യക്തമായിട്ട് പറ. ദേവ ഇന്നലെ രേവതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശിവയോട് തുറന്നു പറഞ്ഞു. പാർവണിക്ക് എന്നെ ഇഷ്ടമായിരുന്നു? നീ എന്തൊക്കെയാ പറയണേ? ഞാൻ അവളുടെ ശത്രുവാണ്. അവൾക്ക് ഇഷ്ടം ആർദ്രവനെയാണ്. അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം അവനെയാണ്. അല്ല ശിവ, അത് നിന്നോട് ആർദ്രവ് പറഞ്ഞ കാര്യല്ലേ? പക്ഷെ സത്യം അതല്ല. പാർവണ സ്നേഹിച്ചതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും നിന്നെയാണ്. അതറിയുന്ന ആർദ്രവ് നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ മറ്റൊരു കളി കളിച്ചുകൊണ്ടാണ് സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ വന്നെത്തിയത്. എന്തായാലും പാർവണയുടെ വീട്ടിലേക്ക് പോകണം. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പാർവണയെ അറിയിക്കുകയും വേണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദേവ. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഒരു മിസ്റ്റേക്ക് തിരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അടുത്ത ആഴ്ച അവളുടെ ആർദ്രവിൻ്റെ കല്യാണമല്ലേ. എന്തായാലും പാർവണി അവന് ഇഷ്ടാവുകയാണ്. പിന്നെ അവർ തമ്മിൽ കല്യാണം കഴിക്കട്ടെ, സന്തോഷത്തോടെ ഇരിക്കട്ടെ. അതിനിടയിൽ പോയി ഇനി നമ്മൾ മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? അത് നിന്റെ ഭാഗം മാത്രമാണ് ശിവ. നീ പാർവണിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവളുടെ മാനസികാവസ്ഥയെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? എന്ത് മാനസികാവസ്ഥ ദേവ? അവൾക്ക് ഒരു കുഴപ്പമില്ല. നീ എൻ്റെ ഒപ്പം വരണം ശിവ. നീ കൂടെ വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു തരത്തിലും ബന്ധം ഉണ്ടാവില്ല. ഇത് ദേവ പറയുന്ന വാക്കാണ്. അത് പറഞ്ഞ ദേവ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ശിവ ദേഷ്യത്തോടെ തൻ്റെ മുഷ്ടി കൊണ്ട് ഭിത്തിയിൽ ശക്തിയായി ഇടിച്ച് ദേഷ്യം അടക്കി നിർത്തി. ദേവ, ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പാർവണയുടെ വീട്ടിൽ പോകുന്നു, സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു, അവളോട് സോറി ചോദിക്കുന്നു, അടുത്ത ആഴ്ച അവളുടെ കല്യാണത്തിന് ഒരു ബെസ്റ്റ് വിഷസ് കൊടുക്കുന്നു, തിരികെ പോരുന്നു. അതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല കേട്ടാ. ശിവ പാർവണയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ദേവിയോട് താക്കീതോടെ പറഞ്ഞു. സോറി ശിവ, നീ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല അവിടെ നടക്കാൻ പോണത്. നീ പാർവണയുടെ കഴുത്തിൽ താലി കെട്ടിട്ടുണ്ടെങ്കിൽ അവൾ നിന്റെ ഭാര്യയായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ദേവയുടെ തീരുമാനമാണ്. ദേവ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശിവയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. വീടിന് മുന്നിൽ ഏതോ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് പാർവണയുടെ വീട്ടിലുള്ളവർ മുറ്റത്തേക്ക് വന്നത്. കല്യാണം ആയതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ കുറച്ച് ബന്ധുക്കളെല്ലാം ഉണ്ട്. അമ്മായി, അമ്മാവന്, അച്ഛമ്മയും ആരുവിൻ്റെ 1-2 കസിൻസും അങ്ങനെ കുറച്ചു പേർ വീട്ടിലുണ്ടായിരുന്നു. പതിവില്ലാത്ത കാർ കണ്ടതുകൊണ്ട് എല്ലാവരും കൂടി പുറത്തേക്ക് വന്നു. പാർവണയാണെങ്കിൽ വന്ന പടയെ റൂമിൽ കയറി വാതിലടച്ചിരിക്കുകയാണ്. കല്യാണത്തിൻ്റെ ടെൻഷൻ ആയിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. കാറിൽ നിന്നിറങ്ങി വരുന്ന ശിവയും ദേവയും കണ്ട് പാർവണയുടെ അച്ഛൻ സംശയത്തോടെ നിന്നു. ശേഷം അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ള മോനെ, ദേവുവിൻ്റെ വീട്ടിലേക്ക് വരണ വഴി കയറിയതാണോ? അച്ഛൻ സംശയത്തോടെ ചോദിച്ചു. അല്ല അച്ഛാ, ഞങ്ങൾ ഇവിടേക്കായിട്ട് വന്നതാണ്, ദേവ് പറഞ്ഞു. ഇവിടേക്കോ? എന്നാലും അകത്തേക്ക് വരൂ, ഇരിക്കൂ, സംസാരിക്കാം. അത് പറഞ്ഞ് അച്ഛൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഹാളിൽ നിന്നുള്ള ദേവയുടെ ശബ്ദം കേട്ടാണ് റൂമിലിരുന്ന പാർവണ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത്. ശിവയും ദേവിയെ ഒരുമിച്ച് കണ്ടതും അവളുടെ മനസ്സിലും വല്ലാത്തൊരു പേടി നിറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു പാട്ടായിട്ട് നാളെ കാണാം. പാർവണ ശിവയോടൊപ്പം പോകുമെന്ന് നമുക്ക് നോക്കാം. അതോ ഇനി വേണ്ട, ഞാൻ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന്
പറയുകയാണോന്നും അറിയില്ലല്ലോ. നമുക്ക് എന്തായാലും അടുത്ത പാർട്ട് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബായ്. നിങ്ങൾ വിചാരിക്കാത്ത പല ട്വിസ്റ്റുകളും ഇതിനകത്തുണ്ടാവും. അപ്പോൾ സ്റ്റോറി അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമൻ്റ് ഇടാൻ മറക്കരുത്. ബായ് കേട്ടോ.